മഹാശിവരാത്രി ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് രാജ്യം. പ്രധാന ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രിയുടെ അനുബന്ധിച്ച് നടക്കുന്ന മഹാപരിക്രമം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്പോഴും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, വടക്കൻ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരകേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നാണ് തളി മഹാദേവ ക്ഷേത്രം. വലിയ തിരക്ക് തന്നെയാണോ രാവിലെ മുതൽ തന്നെ അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? KP രാവിലെ മുതൽ തന്നെ, അതായത് 5 മണി മുതൽ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന പ്രവാഹമാണ് ഉണ്ടായിരിക്കുന്നത്. അതിപ്പോഴും ഈ 9 മണി കഴിഞ്ഞിട്ടും ഈ സമയം ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ ഒരു ഒഴുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ്. ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ്. പ്രത്യേകിച്ച് ശിവരാത്രി ദിവസം ഈ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ട് മടങ്ങുക എന്നത് ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്തും വലിയ തിരക്ക് ഇപ്പോഴും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഈ നാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഇപ്പോഴും എത്തുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിന് മുൻവശത്ത് വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഒരു ആൽമരമുണ്ട്. ആൽമരത്തിനപ്പുറത്തേക്കൊക്കെ കിലോമീറ്ററുകളിലേക്ക് അകലത്തേക്ക് ഈ ഭക്തരുടെ വരി നീണ്ടു പോകുന്ന ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട്. അത്രയും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഈ തളി മഹാദേവ ക്ഷേത്രം. നമുക്കറിയാം, ഈ 1000 ഏകാദശിക്ക് തുല്യം അര ശിവരാത്രി എന്നാണ് നമ്മുടെ ഭക്തരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഭക്തരുടെ ഒരു ഒഴുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമാണ് ഈ തളി മഹാദേവ ക്ഷേത്രം എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. മാത്രമല്ല, നിരവധി പ്രത്യേകതകളും ഈ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നതാണ്. ഇപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ച് അല്പം മുമ്പ് ശീവേലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ക്ഷേത്രത്തിനകത്ത് പഞ്ചവാദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ വിശേഷാൽ പൂജകളൊക്കെ തന്നെയുണ്ട്. രാവിലെ മുതൽ അത്തരത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് നിരവധി പൂജകൾ ഉണ്ടായിരുന്നു. അത് ഇനിയും തുടരുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. അത് മാത്രമല്ല, ഈ ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട്, രാവിലെ ചായയുണ്ട്. അങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ക്ഷേത്രത്തിന് ചേർന്ന് ഈ ഭക്തരുടെ ഒരു വരിയാണ്. ഒരു വലിയ നിര തന്നെ ഉണ്ട് എന്നാണ്. ഈ ക്ഷേത്രത്തിനോട് ഒരുപാട് അകലേക്ക് വരി എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനോടകം തന്നെ 1000-ലും എത്രയോ അധികം ആളുകൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് കണ്ട് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി ഈ കോൽക്കളി ഉണ്ട് ക്ഷേത്രത്തിൽ. അത് കഴിഞ്ഞ് ഗാനമേളയുണ്ട്. അങ്ങനെ ശിവരാത്രിയോടനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ശിവരാത്രി ദിനത്തിൽ രാവിലെ ക്ഷേത്രത്തിലെത്തി ഭഗവാന് ഈ കൂവളമാല ചാർത്തി അതിനുശേഷം വ്രതം തുടങ്ങുന്നതാണ് ഇവിടുത്തുകാരുടെ, ഈ കോഴിക്കോട്ടുകാരുടെ ഒരു ശിവരാത്രി ദിനത്തിലെ ഒരു രീതി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്ന ആളുകളൊക്കെ തന്നെ കൂവളമാല വാങ്ങി അതിനുശേഷമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത്. അത് ഭഗവാന് ചാർത്തുന്നത് ഏറ്റവും പുണ്യമായി കരുതുകയാണ്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും അധികം ആളുകളുടെ ഒരു തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. KP